അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവരുടെ ഫാമിലി തന്നെയാണ്. അപ്പോൾ എല്ലാം കുടുംബക്കാർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒരു ശ്രദ്ധയും ഒക്കെ എപ്പോൾ ഉണ്ടാവും കേട്ടോ. അന്ന് വിഷയമുള്ള കാര്യമല്ല. പിന്നെ ജോലിക്ക് പോകുന്നുണ്ട് അല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അമ്മിണിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് സിറാജിനെ കാണാനാണ്. സിറാജിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ കുറച്ച് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് സിറാജിൻ്റെ വീടും പരിസരമെല്ലാം കാണാം, പരിചയപ്പെടാം. സിറാജിന് ചെറിയൊരു പക്വത കുറവുണ്ട്, പിന്നെ പഠന വൈകല്യം, എഴുതാനും വായിക്കാനൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ ബാക്കി നമുക്ക് അവരോട് ചോദിക്കാം. കാണുന്നതാണ് സിറാജിൻ്റെ വീട് കേട്ടോ. ഇതാണ് വീട്. ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ എല്ലാവരുടെ കുടുംബക്കാരും കാര്യങ്ങളൊക്കെ ആണ്. അവിടെയൊക്കെ കുടുംബക്കാരും ഒക്കെ ആണ് കേട്ടോ. ഓക്കെ സിറാജ, എന്നിട്ട് സിറാജ് അധികം സംസാരിക്കൂലെന്നാ പറയുന്നത്. പുറത്തൊരു മനുഷ്യനോട് വർത്താനം പറയില്ല. സ്കൂളിൽ ചേർക്കാൻ പോയിട്ട് മാഷ് ചോദിച്ചിട്ട് നാവിടുത്ത് പോകാൻ മുണ്ടിയില്ല, ഒരു സാധനവും പറയില്ല. എന്താ സിറാജ പുറത്തു പോയ ഓന്റെ കമ്പനിക്കാരോട് വർത്താനം പറയും, വേറെ ഉള്ളവരോട് ഒരാളോടും അങ്ങനെ വർത്താനം പറയും. ഇനിയിപ്പൊ എന്റെ പേരിൽ തന്നെ വന്നാലും മുണ്ടൂല. ജോലിക്കെല്ലാം ആളൊക്കെ അല്ലേ? ഇതിനൊക്കെ ഓക്കെയാണ്. ഇതിനെല്ലാതും അടുക്കളപ്പടിയും കുറച്ചൊക്കെ അറിയും. ശരി. ഇപ്പം വരുന്ന കുട്ടി കപ്പടിയും വേണ്ടാന്നല്ലേ? പച്ചക്കറിന്റെ പരിപാടിയാണ് അല്ലേ? എവിടെയാ കട സിറാജ? അവിടെ എത്ര കൊല്ലായി? 8 കൊല്ലായി അവിടെ പണിയെടുക്കുന്നത്. അവിടെ സാധനം തൂക്കലാണോ? പൈസേന്റെ കണക്കൊന്നും അങ്ങനെ അറിയില്ല അല്ലേ? അങ്ങനെ അറിയില്ല. എഴുതാനും വായിക്കാനും സിറാജിനെ അറിയൂല. അതിനെ കണക്കും അങ്ങനത്തെ ഒരു പഠന വൈകല്യത്തിൻ്റെ ഒരു വിഷയമുണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു പക്വത കുറവാണ്. നാളെ അങ്ങനെ സംസാരിക്കൂല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആൾക്കൂട്ടവും കാര്യമൊക്കെ ഒരു 45% സർട്ടിഫിക്കറ്റിലുള്ള അല്ലേ? ആൾക്കൂട്ടവും കാര്യത്തിലൊന്നും അങ്ങനെ അധികം സംസാരിക്കുകയും ആക്റ്റീവും കുറവാണ്. പക്ഷെ ജോലിക്കൊന്നും കുഴപ്പമില്ല. അതെ, പുതിയ ആൾക്കാരാകുമ്പോൾ പുറത്ത് ഒരു ആളെ കണ്ടാവും മുണ്ടൂല, ഒരു മടിയാണ്. അതെ അതെ, അത് കുഴപ്പമില്ല. ഇപ്പോൾ ഓരോരുത്തരുടെ ഓരോ രീതിയാണല്ലോ. അതൊക്കെ മനസ്സിലാക്കുന്ന ആളെ നമുക്ക് വേണ്ടേ, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സിറാജിന് എത്ര വയസ്സായി? 25 ഇപ്പോൾ നിൽക്കുന്നല്ലേ? എത്രയായി? 37 വയസ്സായി സിറാജിന്. നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം മലപ്പുറം ജില്ലയാണെങ്കിൽ കുഴപ്പമില്ല. ഒന്ന് കട്ടാക്കി. ദൂരം പ്രശ്നമുണ്ടോ ഉമ്മ? എവിടെ ഏത് ജില്ലയിലും കുഴപ്പമില്ല. മലപ്പുറം ആണെങ്കിൽ അത്രയും സന്തോഷം. ഇനിയിപ്പോ വേറെ ഇല്ലാന്നെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു എത്ര വയസ്സ് വരെയെല്ലാം നോക്കാം? ഓനിപ്പോ 37 കഴിഞ്ഞില്ലേ? ഒരു 35 വരെ ഒക്കെ നോക്കൂടെ? ഉള്ളിലുള്ള നോക്കാം. അതെ, ചെറിയ ഇതുപോലെ പഠന വൈകല്യം കാര്യമുള്ള കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ള മക്കൾ പറ്റാലും കുഴപ്പമില്ല അല്ലേ? ഓന്റെ മാതിരി ആകാൻ ഞാൻ മതി. അതെ, രണ്ടാൾക്കും ഒരുപോലെ ആയാലും. അതെ, ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യമാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഞങ്ങൾ വിളിക്ക്. ഇപ്പോൾ കൈക്കാലിനോ അങ്ങനെ എന്തെങ്കിലും ആയാലും ബുദ്ധിപരമായ വലിയ വിഷയമൊന്നും ഇല്ലാത്ത ഒരാളൊരു പക്വത ഉള്ള ഒരാളാകുമ്പോൾ ഒലിക്ക് ജീവിക്കാൻ ഇതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായാലും സന്തോഷം. പിന്നെ ഒരു 35 വയസ്സ് വരെയുള്ള പെട്ടെന്ന് തീർച്ചയായും. നിങ്ങൾക്ക് എത്ര മക്കളാ? 3 3 ആൺകുട്ടികളാ? അനിയനും കൂടിയുണ്ട് കല്യാണം കഴിക്കാൻ. ഏറ്റവും ഇളയ അനിയൻ ഗൾഫിലാണ്. പിന്നെ ഉപ്പ മരണപ്പെട്ടതാണ് അല്ലേ? 8 വർഷമായി ഉപ്പ മരിച്ചിട്ട്. പിന്നെ അങ്ങനെയാണ് ഇവരുടെ ഒരു കുടുംബ സാഹചര്യം. സിറാജ് ഒരു വിവാഹം കഴിഞ്ഞു 14 കൊല്ലം മുമ്പ് അല്ലേ? അപ്പോൾ അതൊരു 6 മാസം കൊണ്ട് ഡിവോഴ്സ് ആയതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ, അപ്പോൾ നമുക്കൊരു ഡിവോഴ്സ് ആയ ആലോചനയൊന്നും പറ്റൂ അല്ലേ? ഡിവോഴ്സ് ആയതോ ഭർത്താവ് മരിച്ചതോ ആയതൊക്കെ നമുക്ക് പറ്റും. സിറാജിന് മക്കള് ഒന്നും ആയില്ലല്ലോ, വെറും 6 മാസമേ അത് നിന്നേയുള്ളൂ. ഇപ്പൊ 14 വർഷമായിന്നേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഒന്നും അങ്ങനെ നോക്കിയില്ല. അതെ അതെ അതെ. അപ്പോൾ നല്ലൊരു ആലോചന വരട്ടെ. ബാധ്യത ഒന്നും മക്കളുള്ള നമുക്ക് നോക്കുന്ന ബാധ്യത ഇല്ലാത്ത ഡിവോഴ്സ് ആയതോ പിന്നെ ഭർത്താവ് മരിച്ചതോ ഒക്കെ നമുക്ക് സ്വീകരിക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക. പിന്നെ ഗുളിക കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സിറാജിനില്ല? ആദ്യം ഉണ്ടായിരുന്നോ? പിന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവരുടെ ഫാമിലി തന്നെയാണ്. അപ്പോൾ എല്ലാം കുടുംബക്കാർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒരു ശ്രദ്ധയും ഒക്കെ എപ്പോൾ ഉണ്ടാവും കേട്ടോ. അന്ന് വിഷയമുള്ള കാര്യമല്ല. പിന്നെ ജോലിക്ക് പോകുന്നുണ്ട് അല്ലേ? പൈസ ഒക്കെ ഉണ്ടാക്കുന്നില്ലേ? അത് കിട്ടണതിൻ്റെ അടുത്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് അല്ലേ? അപ്പോൾ വരുമാന കാര്യങ്ങൾ കുഴപ്പമൊന്നും ഇല്ല. ജോലിക്ക് ഡെയിലി ജോലിക്ക് പോകും അല്ലേ? അങ്ങ് കുഴപ്പമില്ല. അങ്ങനെ അതുപോലെ ജീവിതം അങ്ങനെ കഴിയുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാണ്ട്. അപ്പോൾ
അനിയനും ചെറിയൊരു പക്വത കുറവുണ്ടല്ലേ ചെറിയ രീതിയിൽ. അപ്പോൾ ഇവൻ്റെ കഴിഞ്ഞിട്ട് സിറാജിൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക് അനിയൻ്റെയും കല്യാണമൊക്കെ നോക്കണം. അപ്പോൾ ആദ്യം സിറാജിൻ്റെ കഴിയട്ടെ എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചുള്ള ഒരാൾ വരിക. വേറെ എന്തെങ്കിലും ഉമ്മാക്ക് പറയാനുണ്ടോ? വേറെ എന്താ, നല്ലൊരു കുട്ടി ആണെന്ന്. അതെ, അവനെ കൊണ്ടെടുക്കാൻ പറ്റിയത്. അതെ അതെ അതെ, അങ്ങനെയുള്ള ഒരാളാവട്ടെ. പിന്നെ സിറാജ് പറഞ്ഞല്ലോ, അങ്ങനെ ഓന് കയ്യിൽ നിന്ന് എടുത്ത് അധികം സംസാരിക്കൊന്നുമില്ല, നമ്മൾ ചോദിക്കുന്നതിനുള്ള ഇതാണോ പറയുന്നത്. മറുപടി തന്നെ പറയുള്ളൂ. അപ്പോൾ ഓനോട് നമുക്ക് എങ്ങനെയുള്ള കുട്ടീനെയാ വേണ്ടേ കാര്യങ്ങളൊന്നും ചോദിക്കുന്നതുകൊണ്ട് പറയോ, എങ്ങനെയുള്ള കുട്ടീനെയാ വേണ്ടേ? പറ്റിയ കുഴപ്പമില്ല, നല്ലൊരു കുട്ടീനെ, നല്ല പറ്റിയൊരു കുട്ടിയായാൽ മതി അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കുക, അത് നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആളെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓലെ സംസാരമായിക്കോട്ടെ, ഓലെ രീതികളായിക്കോട്ടെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ കുടുംബത്തിലോ ഒക്കെ ഇതിന് ഓക്കെയുള്ള കുട്ടികളുണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് എത്ര പ്രാവശ്യമാണെങ്കിലും ഈ വീഡിയോ കാണാം. അതിനുശേഷം ഇവരെ ഡയറക്റ്റ് വിളിക്കുക, ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടിച്ചു കൊടുക്കുക. പിന്നെ ചെറിയ വിഷയമുള്ള കുട്ടികളാകുമ്പോൾ ഒന്നും കുഴപ്പമില്ല, ഒരു പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയിക്കോളൂ. ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ. പിന്നെ അവർക്ക് തീരെ ബുദ്ധിമുട്ടുള്ള ആളാവരുത് എന്നുള്ളതേ ഉള്ളൂ. കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പാർട്ണറായാൽ മതി. ഒരു കൈക്കോ കാലിനോ അങ്ങനെ ബുദ്ധിമുട്ടോ അല്ല, ചെറിയൊരു പഠന വൈകല്യമൊന്നും വിഷയമല്ല. സ്മാർട്ട് കുട്ടികളുണ്ടാവും, കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം അറിയുന്ന ചെറിയ പഠന വൈകല്യമുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വിവാഹമൊക്കെ വൈകിപ്പോയതിൻ്റെ പേരിൽ നിങ്ങളുള്ള ഇപ്പോൾ കുട്ടികളുണ്ടാവും. ഇപ്പോൾ പിന്നെ 35 വയസ്സായിട്ടൊന്നും കല്യാണമൊന്നും കഴിയാത്ത ചെറിയ എന്തെങ്കിലും പിന്നെ വിഷയം കൊണ്ട് അങ്ങനെ നിന്നുപോയ കുട്ടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആണെങ്കിലും നമുക്ക് സ്വീകരിക്കാം, ഡിവോഴ്സ് ആയതൊന്നും പ്രശ്നമില്ല. ഒരു താങ്ങായിട്ടുള്ള ഒരാൾ വേണമെന്നുള്ളത് തന്നെയാണ്. ഉമ്മാക്ക് പ്രായമായി വരുമ്പോഴേക്ക് ബേജാറായിരിക്കും ഒരു കല്യാണം, ഇപ്പോൾ മോനിക്ക മക്കാരാണ് എന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നല്ലൊരാൾ വരട്ടെ അല്ലേ ഉമ്മ? അമ്മിനിക്കാട് നമ്മളെ EMS ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ അറിയപ്പെടുന്ന തറവാട്ടുകാരാണ്, മലയിൽ ചീനിക്കുഴി എന്നുള്ള ഇവർ തറവാട്ട് പേരാണ്. ഇവരുടെ നമ്മൾ പറഞ്ഞല്ലോ, ജീവിക്കാനൊന്നും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. 2 ഏക്കർ സ്ഥലം ഇവർക്ക് തന്നെ ആയിട്ടുണ്ട്, തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെയുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് വരുമാനമൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ജോലിക്ക് പോയാലില്ലെങ്കിലെല്ലാം കഴിയാനുള്ള സമ്പാദ്യമൊക്കെ കയ്യിലുണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞല്ലോ, ഇവിടെ മൊത്തം ഇവരെ കുടുംബക്കാർ തന്നെയാണ്. അതായത് ഈ ഏട്ടനിയന്മാരായിട്ട് ഈ സ്ഥലം മൊത്തം ഇവർ തന്നെയാണ്. അപ്പോൾ അതൊന്നും വരുന്ന ആൾക്കാർ പേടിക്കുകയും കാര്യമൊന്നും വേണ്ട. അവനെ അറിയപ്പെടുന്ന ഫാമിലി, ഉമ്മാൻ്റെ ആയാലൊക്കെ അറിയപ്പെടുന്ന ഫാമിലിയും കാര്യങ്ങളും തറവാട്ടുകാരും തന്നെയാണ്. പിന്നെ ഇവർ 2 മക്കൾക്ക് ഈ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ തന്നെ ആവട്ടെ, ഒരു സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാവട്ടെ. നിങ്ങൾ എന്തായാലും വിളിക്കുക, വന്ന് കാണുക, സംസാരിക്കുക. അതിനുശേഷമാണല്ലോ നമ്മൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് റെഡി ആവട്ടെ അല്ലേ സിറാജ? അപ്പോൾ അത്ര തന്നെ പറയാനുള്ളൂ. നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യട്ടോ. ഓക്കെ.